നമ്മൾ കൊടുക്കുന്ന മുത്തങ്ങൾക്ക് ഓരോ സമയത്തും ഓരോ ഫീലാ. ലേബർ റൂമിൽ നിന്ന് നേഴ്സ് നമ്മളെ കുട്ടിയെ കയ്യിൽ തന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു മുത്തുണ്ട്, അതൊരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും. നമ്മൾ മക്കളോട് ദേഷ്യപ്പെട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ മക്കളെ കെട്ടിപ്പിടിച്ച് കൊടുക്കുന്ന ഒരു മുത്തുണ്ട്, അതൊരു സൈലന്റ് സോറി പറച്ചിലാണ്. നമ്മുടെ മക്കള് സ്റ്റേജിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങി തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച് കൊടുക്കുന്ന ഒരു മുത്തുണ്ട്, അതിന് വേറൊരു ഫീലാണ്, അതൊരു അപ്രിസിയേഷനാണ്. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ കെട്ടിപ്പിടിച്ച് നമ്മുടെ നെറ്റിൽ ഒരു മുത്തം തരും, അതിന് കൂടെ ഞാനുണ്ടടാ എന്നുള്ളൊരു അർത്ഥം ഉണ്ട്. അതിന് നമ്മൾ പ്രിയപ്പെട്ടവരോട് പിണങ്ങിയിട്ട് പിന്നീട് ഇണങ്ങുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കുമല്ലോ, അതിന് സോറിയുടെ ഒരു അർത്ഥമുണ്ട്. പ്രവാസികൾ ഗൾഫിലോട്ട് പോകുമ്പോൾ വീട്ടുകാർ കൊടുക്കുന്ന ഒരു മുത്തുണ്ട്, അത് വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോഴുള്ള മുത്തത്തിന് മറ്റൊരു ഫീലും എയർപോർട്ടിൽ നിന്ന് കൊടുക്കുന്ന മുത്തത്തിന് മറ്റൊരു ഫീലുമാണ്. ഐ മിസ് യുഡാ എന്ന് പറയാതെ പറയുന്നതാണ് ആ മുത്തം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചു കൊടുക്കുന്ന ഒരു മുത്തുണ്ട്, അത് വർഷങ്ങളായിട്ട് കാത്തുവെച്ച സ്നേഹത്തിന്റെ പങ്കുവെക്കലാണ് ആ മുത്തത്തിന്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അവസാന യാത്രയില് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കൊടുക്കുന്ന ഒരു മുത്തുണ്ട്. ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത, ഇനി ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത, ഇനി ഒരിക്കലും ഇടപെടാൻ പറ്റാത്തൊരു ലോകത്തേക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോകുന്നതിന്റെ ഒരു യാത്രയപ്പാണ് ആ മുത്തം.